അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള BJP നേതാവ് ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുടെ രാജി യോഗം അംഗീകരിക്കും. പുതിയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ യോഗം തീരുമാനിച്ചേക്കും. ആന്റണി ജിസ്റ്റോർ ചേരുന്ന വിവരങ്ങളുമായി. ആന്റണി, ഏതായാലും ഈ ഒരു ചമ്പത് റായിയുടെ രാജി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു രാജി ഇന്ന് ചേരുന്ന യോഗത്തിൽ നിർണായകമായ യോഗമാണ് ട്രസ്റ്റ് ചേരുന്നത്. ഈ യോഗത്തിൽ ചമ്പത് റായിയുടെ രാജി അടക്കം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്ന കാര്യത്തിലും ഇന്നൊരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും രാജ്യമാകെ ഞെട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അയോധ്യയിലെ ഈ സംഭാവന കൊള്ളയിൽ പ്രത്യേകിച്ച് ഈ ട്രസ്റ്റിന് നേതൃത്വം നൽകിയവർ, ആ ക്ഷേത്രത്തിലെ ആ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ പ്രതികളായ ഈ കേസ് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ അന്വേഷണം വളരെ ഊർജിതമായി SIT നടത്തുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ നിർണായക യോഗം ഇന്ന് ചേരുന്നത്. നേരത്തെ 9-ാം തീയതി ചേരാനാണ് ഈ യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് അടിയന്തരമായി ഇന്നത്തേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ വ്യാപ്തി ഓരോ ദിനവും കൂടിക്കൂടി വരികയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രത്തിൽ തന്നെയാണ് ട്രസ്റ്റിൻ്റെ യോഗം ഇന്ന് ചേരുന്നത് എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് യോഗം നടക്കുന്നത്. ഏതായാലും യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട, അല്ലെങ്കിൽ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ഈ ചമ്പത് റായ്, ജനറൽ സെക്രട്ടറി BHP നേതാവ് ചമ്പത് റായിയുടെ രാജി. നേരത്തെ തന്നെ ചമ്പത് റായി ഈ വിശ്വസ്തനടക്കം അറസ്റ്റിലായതിന് പിന്നാലെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ചിരുന്നു. രാജിക്കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ആ രാജി അംഗീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ചമ്പത് റായിക്കൊപ്പം തന്നെ ട്രസ്റ്റിലെ ഒരു അംഗമായ ഈ കേസ് അനിൽ മിശ്ര കൂടി രാജി സമർപ്പിച്ചിരുന്നു. ഇരുവരും ഈ കേസിൽ ആരോപണ വിധേയരായ ആളുകളാണ്. ഈ അനിൽ മിശ്രയുടെ രാജിയുടെ കാര്യത്തിലും ഇന്ന് തീരുമാനം ഉണ്ടാകും. അതേസമയം ഈ ട്രസ്റ്റ്, ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഒരു CEO-യെ നിയമിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. അക്കാര്യങ്ങളിലടക്കം ഇന്ന് ചർച്ച ഉണ്ടാകും. ഏതായാലും പുതിയ ഭരണസമിതി ഉണ്ടാകില്ല. പകരം ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകും. തീരുമാനമുണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത്. ചമ്പത് റായി ഈ യോഗത്തിന് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കേസിൽ ഇതുവരെ 8 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ചമ്പത് റായിക്ക് എതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. 3 തവണയോളം ചമ്പത് റായിയെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ ഈ ചമ്പത് റായിക്കെതിരെ അടക്കം പരാതികൾ വരുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മുൻ സെക്രട്ടറി ലക്ഷ്മി നാരായൺ ഈ ചമ്പത് റായിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം സമർപ്പിച്ച രാമചരിതമാനസ്, സ്വർണത്തിൽ തീർത്ത രാമചരിതമാനസ് എന്ന ആ പുസ്തകം, അത് കയ്യെഴുത്ത് പ്രതി അത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്നു. 5 കോടിയോളം വില വരുന്ന ആ രാമചരിതമാനസ് കാണാതായി എന്നുള്ള പരാതി അത് നൽകിയിട്ടും ചമ്പത് റായി ഒരു നടപടിയും സ്വീകരിച്ചില്ല. വേറെ എവിടെയെങ്കിലും പോയി പരാതി പറയൂ എന്നാണ് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ലക്ഷ്മി നാരായണൻ, മുൻ ആഭ്യന്തര സെക്രട്ടറി, രംഗത്ത് വന്നിരുന്നു. അങ്ങനെ അത്തരത്തിൽ പുതിയ പരാതികൾ ഉയരുന്നൊരു സാഹചര്യവും കൂടി ഉണ്ട്. ഏതായാലും ഇതെല്ലാം ഇന്ന് ട്രസ്റ്റ് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമൊക്കെ എന്തായിരിക്കും അടുത്ത നീക്കം ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും ഒരു CEO-യെ നിയമിക്കാനുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ളതൊക്കെ പരിശോധിക്കും. നിലവിൽ അതിനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ബൈലോ പ്രകാരം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ന് ചർച്ച നടത്തും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനം ഈ ചമ്പത് റായിയുടെയും അനിൽ മിശ്രയുടെയും രാജി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഏതായാലും SIT-യുടെ അന്വേഷണം വളരെ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ മൊബൈൽ ഫോണുകളുടെയും അടക്കം ശാസ്ത്രീയ പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. കൂടുതൽ വിവരങ്ങളൊക്കെ SIT-ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിചിത്ര ആവശ്യവുമായി കഴിഞ്ഞ ദിവസം BHP രംഗത്ത് വരുന്നൊരു സാഹചര്യവുമൊക്കെ ഉണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം BHP-യുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ, ഈ ആരോപണം ഉന്നയിച്ച അഖിലേഷ് യാദവിനെതിരെയും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെയൊക്കെ കേസെടുക്കണം എന്നുള്ളതാണ് BHP-യുടെ ആവശ്യമെന്ന് പറയുന്നത്. അങ്ങനെ BHP ഒരു ഭാഗത്ത് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്നിപ്പോൾ നിർണായകമായ യോഗം വൈകുന്നേരം 3 മണിക്ക് ചേരും.
ആന്റണി, അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിപക്ഷം ഇത് ഒരു ആയുധമായി എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിർണായകമായ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ അറസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചോദ്യമുനയിൽ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരടക്കം അന്വേഷണ പരിധിയിലുണ്ട് എന്നുള്ളതാണ്. ഈ നോട്ട് എണ്ണുന്നതിനൊക്കെ SBIയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ് നിയോഗിച്ചിരുന്നത്. അത്തരത്തിൽ വിവിധ തലങ്ങളിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. കാരണം ഇതാ ക്ഷേത്രത്തിൽ ഈ കേസിലെ 8 പ്രതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് SITയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ അന്വേഷണം വളരെ ഊർജിതമായി അല്ലെങ്കിൽ ആ തരത്തിലേക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികൾ, പ്രത്യേകിച്ച് ചമ്പത് റായിയുടെ അദ്ദേഹത്തെ 3 തവണ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചമ്പത് റായിക്കടക്കം നേതൃത്വത്തിലുള്ള ഈ ട്രസ്റ്റിന് ഈ തട്ടിപ്പുകളെക്കുറിച്ച് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. എന്നിട്ടും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന മട്ട് നടിക്കുകയും നടപടി സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്തു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്ത് വന്നിരുന്നു. ഈ ട്രസ്റ്റ് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വിമർശനങ്ങൾ നിലവിൽ തന്നെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലടക്കം SITയുടെ അന്വേഷണം തുടരുകയാണ്. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ശരി, വ്യക്തമാണ്. എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായകമായ യോഗം ചേരുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും BJP നേതാവായ ചമ്പത് റായി ഉൾപ്പെടെയുള്ളവരുടെ രാജി ഇന്ന് യോഗം അംഗീകരിക്കാനുള്ള സാഹചര്യമാണുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ യോഗം ഇന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.